അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിങ്ങനെ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അർത്ഥത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കാൻ കഴിയുക എന്നുള്ളതൊരു തൗഫീഖാണ്. പലതരം സ്വപ്നങ്ങൾ മനസ്സിലേറ്റുന്നവരുണ്ടാകും. എന്നാൽ ഞാൻ പാരായണം ചെയ്യുന്ന ഖുർആനിക വചനങ്ങളുടെ അർത്ഥം, ആശയം, അതിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. അവർ അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യം അറബി ഭാഷയെ അതിൻ്റെ ശ്രോതസ്സിൽ നിന്ന്, അതിൻ്റെ കറക്റ്റ് സോഴ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. പീസ് റേഡിയോയിലൂടെ അങ്ങനത്തെ ഒരു വലിയ ലക്ഷ്യം നമ്മൾ ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ പൂർത്തീകരിച്ചു. ആ ഒന്നാമത്തെ മൊഡ്യൂളിൽ റാങ്ക് ജേതാക്കളായിട്ടുള്ള വ്യക്തികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ 2025 നവംബർ 22 ആ ചരിത്ര മുഹൂർത്തമുണ്ടായത്. സലീം സുല്ലമി അരീക്കോടിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്ലാസ് ആരംഭിച്ചു. 41 ക്ലാസ്സുകൾ കഴിഞ്ഞു. 850-ലധികം മിനിറ്റുകൾ അറബി ഭാഷ പഠനത്തിന് വേണ്ടി വൺ ടൈം ക്ലാസ് കേട്ട ആളുകൾ കൊടുത്തു. പലരും റിപ്പീറ്റഡായിട്ടത് കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ ലൈവായിട്ട് ആ ക്ലാസ്സുകളിൽ നടന്ന വിഷയങ്ങളുടെ സംശയ നിവാരണത്തിന് വേറെ തന്നെ അവസരം കൊടുത്തു. പ്രശസ്തമായ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പ്രിലിമിനറി അറബി പഠനത്തിനുപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിത് ആരംഭിച്ചത്. വളരെ ലളിതമായ ഒരു കോഴ്സിൻ്റെ രൂപമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ഉള്ള ക്ലാസ്സുകളാണ് നടന്നത്. ആ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അതിൽ നിന്ന് കൃത്യമായ ക്ലാസ് ടെസ്റ്റ് ചോദ്യങ്ങളായിട്ട് വരും. വ്യത്യസ്തങ്ങളായ രീതിയിൽ ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാൻ കഴിയും. ഒന്ന്, പീസ് റേഡിയോ ലൈവ് സംപ്രേഷണം ഉണ്ടാകും. 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ അതുണ്ടാകും. അതോടൊപ്പം കോഴ്സ് ഓപ്ഷനിലെ ഓഡിയോ വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭ്യമാണ്. അതേപോലെ തന്നെ കോഴ്സ് ഓപ്ഷനിലെ പ്ലേ ലിസ്റ്റിലെ ഒരു ഫീച്ചറായിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഈ കോഴ്സ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും 3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നത്, 24 മണിക്കൂറിനുള്ളിൽ അത് കേൾക്കുക എന്നത് ഹാജർ എന്ന നിലക്കാണ് പരിഗണിക്കപ്പെടുന്നത്. അതിനും കൃത്യമായ മാർക്കിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ശ്രോതാക്കൾക്ക് സംശയങ്ങൾ വന്നാൽ സംശയങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേക ഓപ്ഷനുകളുണ്ട്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോഴ്സ് ടോട്ടലി ഫ്രീ ആണ്. ഇന്നിപ്പോൾ വിവിധ ഭാഷാ പഠനങ്ങൾ, ഇംഗ്ലീഷ് തൊട്ട് അറബി ഉൾപ്പെടെ ഹിന്ദി ഉൾപ്പെടെ എല്ലാ ഭാഷകളും പഠിക്കാനുള്ള ഫ്രീ കോഴ്സുകളും AI ചാറ്റ് ബോട്ടുകളും അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളെയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ പൂർത്തീകരിച്ചു. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നു. അതിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഈ റാങ്ക് ഹോൾഡേഴ്സിനെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമാവുക. ഒന്നാമത്തെ കോഴ്സ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാം. രണ്ടാമത്തെ കോഴ്സ് ലൈവായി ചെയ്യുമ്പോൾ തന്നെ ഒന്നാമത്തെ കോഴ്സ് ഓരോന്ന് വീതം അങ്ങനെ ഫില്ല് ചെയ്ത് പൂർത്തിയാക്കാം. അങ്ങനെ നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ അതിന് സൗകര്യമുണ്ട്. പീസ് റേഡിയോ ആപ്പിൻ്റെ താഴ്ഭാഗത്ത് കോഴ്സ് ഓപ്ഷൻ, അതിൽ ജസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഒന്ന് വാച്ച് ചെയ്ത് പോയ ഇത് കാണാൻ കഴിയും. എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലുകൾ വീഡിയോ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കുക. ഏതായാലും റാങ്ക് ജേതാക്കളെ ഞാൻ പ്രഖ്യാപിക്കുന്നു. 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ഡോക്ടർ അബ്ദുറഹ്മാൻ CL, കാസർഗോഡ് സ്വദേശിയാണ്. മാംഗ്ലൂരാണ് താമസം. നിലവിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. 60 വയസ്സുള്ള ആളാണ് അദ്ദേഹം. അന്നൂർ ലൈഫ് കോഴ്സുകളിൽ തുടർച്ചയായ റാങ്ക് ഹോൾഡറാണ് അദ്ദേഹം. വളരെ വ്യക്തിപരമായി നമുക്ക് അറിയാം. എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് റേഡിയോ കോഴ്സുകളിൽ അദ്ദേഹം പലതവണ റാങ്ക് ഹോൾഡർ ആയപ്പോൾ ഇതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനെ തീരുമാനിക്കാൻ നമ്മൾ സാധാരണ വൈവ നടത്താറുണ്ട്, ഫോൺ ഇൻ വൈവ. ആ ഫോൺ ഇൻ വൈവയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ അബ്ദുൽ റഹ്മാൻ CL, അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. 2, അബ്ദുൽ അസീസ് MM, എറണാകുളം ആലുവ സ്വദേശിയാണ്. BSNL നിന്ന് വിരമിച്ച ശേഷം പീസ് റേഡിയോയുടെ വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാലം വൈജ്ഞാനികമാക്കുന്ന, സമ്പന്നമാക്കുന്ന, ഗോൾഡൻ കാലഘട്ടമാക്കി മാറ്റുന്ന
ഒരു ഒരു സാഹചര്യം ഇന്ന് അദ്ദേഹത്തിനുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. തുടർച്ചയായി പുരുഷന്മാർ 2 ആളുകൾ 1ഉം 2ഉം റാങ്കുകൾ പങ്കിട്ടിരിക്കുന്നു. പലപ്പോഴും സ്ത്രീകൾ കൈയടക്കി വെക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷേ ഇതിൽ നമ്മൾ വ്യത്യാസം കാണുന്നു. പുരുഷന്മാർ കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. 3ാം റാങ്ക് നേടിയിരിക്കുന്നത് റഹീമ KK, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിനിയാണ്. റഹീമക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. 4ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ജംഷീർ ആണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് സ്വദേശിയാണ്. സൗദി അറേബ്യയിലെ ജുബൈലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ജംഷീറിനും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദനം നേരുകയാണ്. 5ാം സ്ഥാനം നേടിയിരിക്കുന്നത് അൻവർ സിദ്ദീഖ് അത്തിമണ്ണിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശി, പുല്ലൂർക്കാരനാണ്. പുല്ലൂർ ആണ് അദ്ദേഹത്തിൻ്റെ പ്രദേശം. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അഫ്ഹാം സാജിദാണ് 6ാം സ്ഥാനം, കണ്ണൂർ സ്വദേശിയാണ്. ജോലി നിലവിൽ ബാംഗ്ലൂരാണ്. BTech കംപ്ലീറ്റ് ചെയ്ത എൻജിനീയറാണ് അദ്ദേഹം. നജീമ S 7ാം റാങ്ക് നേടിയിരിക്കുന്നത് നജീമ S, തിരുവനന്തപുരം കണിയാപുരം സ്വദേശിനിയാണ്. നജീമ Sനെയും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 8ാം സ്ഥാനം നേടിയിരിക്കുന്നത് അസ്ലീമയാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് സാദിറിൻ്റെ പ്രിയ പത്നി, നമ്മുടെ വിസ്റ്റം വുമൺ വനിതകളുടെ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ പറവണ്ണ സ്വദേശിനിയാണ്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നജീബ് PA പാലക്കാട് സ്വദേശിയാണ്. ഹൈസ്കൂൾ ലാബ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഫൈറൂസ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശിനിയാണ്. മാത്തമാറ്റിക്സ് ടീച്ചറാണ്, കണക്കധ്യാപികയാണ്. അവരെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഷിജ്ന PK കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് കാട്ടുകുളങ്ങര സ്വദേശി, അവരാണ് 11ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഷിജ്ന PKയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അജ്മൽ I കായംകുളം സ്വദേശി, തിരുവനന്തപുരം പോളിടെക്നിക് ലെക്ചറാണ് അദ്ദേഹം. അദ്ദേഹത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. 13ാം റാങ്ക് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് നേടിയിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത്, അദ്ദേഹം നിലവിൽ റിയാദിലാണ്. എന്തായാലും എല്ലാവരെയും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ റാങ്കും സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അതിനൊരു അക്കാഡമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടുവരാനും ഒരു മത്സരം വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. കുറഞ്ഞ ആളുകൾക്ക് റാങ്ക് കിട്ടുള്ളൂ, എന്നാലും പരമാവധി പഠിക്കുക. ഉള്ളിലെ ലക്ഷ്യം 100% ഖുർആനൊക്കെ ശരിക്കും മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാകണം. പിന്നെ പഠിച്ച അറബിയൊക്കെ ഒന്ന് കൈഫൽ ഹാൽ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. പരസ്പരം ഒക്കെ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരേ കോഴ്സ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ചില ഫോണിങ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാം. ഏതായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത വിവരം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോഴ്സ് ഓപ്ഷനിൽ പോവുക, അറബി ഭാഷാ പഠനം എടുക്കുക, പഠനം തുടരുക. പാരൻറ്റിങ് കോഴ്സിൻ്റെ എൻറോൾമെൻറ്റ് നടക്കുന്ന സമയമാണ്. പാരൻസിന് എങ്ങനെ മക്കളെ വളർത്തണം എന്നുള്ള വിഷയത്തിലാണ് കോഴ്സ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ഇൻഷാ അല്ലാഹ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാവുക. ബാറക് അല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.